ഹരേ കൃഷ്ണ. കൃഷ്ണ ജന്മാഷ്ടമി ഭഗവാന്റെ എത്രാമത്തെ പിറന്നാളാണ്? 5251 പിറന്നാളാണ് നമ്മളിപ്പോൾ 2024 ആഘോഷിക്കാൻ പോകുന്നത്. പാരണ സമയമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൃഷ്ണൻ്റെ ഈ തിരുവവതാരം നമ്മളൊരു വ്രതമായി എടുത്ത് ഭഗവാനെ പൂജിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 2 തരത്തിൽ നമുക്ക് പൂജ ചെയ്യാം. അതായത്, ഒന്ന്, അഷ്ടമി തിഥി മുഴുവൻ നമുക്ക് വ്രതമായിട്ടിരിക്കാം. അതല്ലെങ്കിൽ രോഹിണി നക്ഷത്രം അഷ്ടമി തിഥിയും പൂർണ്ണമായും തീരുന്നത് വരെ നമുക്ക് വ്രതമായിട്ടിരിക്കാം. ഇത് രണ്ടും ചെയ്യാം. ചില ആളുകൾ അഷ്ടമി തിഥി കഴിയുമ്പോൾ നമ്മുടെ വ്രതം അവസാനിപ്പിക്കും. ചില ആളുകൾ അഷ്ടമിയും രോഹിണിയും കഴിഞ്ഞാൽ മാത്രമേ വ്രതം അവസാനിപ്പിക്കുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ പല സ്ഥലങ്ങളിലും വ്യത്യാസങ്ങളുണ്ട്, സമയവ്യത്യാസങ്ങൾ. നമ്മൾ സാധാരണ ഏകാദശിക്ക് പറയുന്നത് പോലെ പാരണാസമയത്തിലെ വ്യത്യാസം പോലെ ഞാൻ എല്ലാ സ്ഥലങ്ങളിലെയും, അതായത് നമ്മൾ ഏകാദശിക്ക് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലെയും ഈ 2 സമയവും പറയാം. മിക്കവാറും ചിലത് ഉച്ച കഴിഞ്ഞിട്ടും, അതായത് 27-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ടും, ചിലത് രാവിലെയുമാണ്. അത് രണ്ടും ഞാൻ പറയാം. നമ്മൾക്ക് ഏതാണോ സൗകര്യം അതനുസരിച്ചിട്ട് പാരണ വീടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കേട്ടോളൂ. കേരളത്തിൽ അഷ്ടമിയും രോഹിണിയും കഴിഞ്ഞിട്ടാണ് വ്രതം അവസാനിപ്പിക്കുന്നതെങ്കിൽ, ഇത് രണ്ടിലും വ്രതം എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം 3:38 ശേഷമാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്. ഓഗസ്റ്റ് 27-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3:38. ഇനി കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ മുഴുവനുള്ള സ്ഥലങ്ങളിലും അഷ്ടമിയും രോഹിണിയും ഒരുമിച്ച് വ്രതം എടുക്കുകയാണെങ്കിൽ, അതായത് അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്ര സമയവും മുഴുവൻ വ്രതം എടുത്തിട്ട് ആ വ്രതം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഭാരതത്തിൽ മുഴുവൻ ഉച്ച കഴിഞ്ഞ് 3:38 ശേഷം വ്രതം അവസാനിപ്പിക്കാം. 3:38 ശേഷം, 27-ാം തീയതി വൈകുന്നേരം 3:38 ശേഷം. അതല്ല, അഷ്ടമി തിഥി കഴിയുമ്പോൾ വ്രതം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഭാരതത്തിലുള്ള സ്ഥലങ്ങളിലെ പാരണ സമയമാണ് ഇനി പറയാൻ പോകുന്നത്. കേരളത്തിൽ രാവിലെ 6:14 ശേഷം, കേരളത്തിൽ രാവിലെ 27-ാം തീയതി രാവിലെ 6:14 ശേഷം. തമിഴ്നാട്ടിൽ 27-ാം തീയതി രാവിലെ 5:58 ശേഷം. കർണാടക 6:08 ശേഷം. തെലുങ്കാന 6:01 ശേഷം. ഗോവ 6:21 ശേഷം. മഹാരാഷ്ട്ര 6:22, 6:22 കഴിഞ്ഞിട്ടുള്ള ഏത് സമയത്തും. ഗുജറാത്ത് 6:30 ശേഷം. ഡൽഹി 5:57 ശേഷം. രാജസ്ഥാൻ 6:04 ശേഷം. ഒറീസ 5:30 ശേഷം. ഹരിയാന 5:57 ശേഷം. അതായത് അഷ്ടമി തിഥി കഴിഞ്ഞിട്ട് നമ്മൾ വ്രതം അവസാനിപ്പിക്കുകയാണെങ്കിൽ, അതല്ല രോഹിണി നക്ഷത്രവും കൂടി കഴിഞ്ഞിട്ടേ വ്രതം അവസാനിപ്പിക്കുന്നു എങ്കിൽ ഭാരതത്തിലുള്ള എല്ലാവരും വൈകുന്നേരം 3:38 ശേഷം മാത്രമേ വ്രതം അവസാനിപ്പിക്കാൻ പാടുള്ളൂ. ഇനി ദോഹയിൽ അഷ്ടമിയും രോഹിണിയും വ്രതമെടുത്ത് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉച്ച കഴിഞ്ഞ് 27-ാം തീയതി ഉച്ച കഴിഞ്ഞ് 1:08 ശേഷം വ്രതം അവസാനിപ്പിക്കാം. അതല്ല, രോഹിണി നക്ഷത്രം എടുക്കുന്നില്ല, അഷ്ടമി മാത്രമാണ് എടുത്ത് വ്രതം അവസാനിപ്പിക്കുന്നതെങ്കിൽ രാവിലെ 5:13 ശേഷം എപ്പോൾ വേണമെങ്കിലും വ്രതം അവസാനിപ്പിക്കാം. 5:13 ദോഹ. കുവൈറ്റിൽ ഉച്ചയ്ക്ക് 1:08 ശേഷം വ്രതം അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ 5:23 രാവിലെ 5:23 ശേഷം വ്രതം അവസാനിപ്പിക്കാം. ദുബായിൽ ഞാൻ ഈ ഉച്ചയ്ക്ക് പറയുന്ന സമയങ്ങളെല്ലാം ശ്രദ്ധിച്ചോളുക. ഉച്ചയ്ക്കലത്തെ സമയം പറയുന്നത് അഷ്ടമിയും രോഹിണിയും കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് വരുന്ന പാരണ സമയമാണ്. രാവിലെ പറയുന്നത് അഷ്ടമി മാത്രമുള്ളതാണ്. അത് ശ്രദ്ധിച്ചോളുക. ദുബായിൽ
ഒന്നുകിൽ ഉച്ചയ്ക്ക് 2:08 ശേഷം വ്രതം അവസാനിപ്പിക്കാം, അതല്ലെങ്കിൽ രാവിലെ 5:58 ശേഷം വ്രതം അവസാനിപ്പിക്കാം. അബുദാബി ഉച്ചയ്ക്ക് 2:08 ശേഷം അവസാനിപ്പിക്കാം, അതല്ലെങ്കിൽ 6:02 ശേഷം വ്രതം അവസാനിപ്പിക്കാം. ബഹ്റൈൻ ഉച്ചയ്ക്ക് 1:08 ശേഷം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ 5:16 ശേഷം അവസാനിപ്പിക്കാം. സൗദി അറേബ്യയിലും ഉച്ചയ്ക്ക് 1:08 ശേഷം വ്രതം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ 5:32 രാവിലെ 5:32 ശേഷം വ്രതം അവസാനിപ്പിക്കാം. ഒമാനിൽ ഒന്നുകിൽ ഉച്ചയ്ക്ക് 2:08 ശേഷം വ്രതം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ രാവിലെ 5:47 ശേഷം വ്രതം അവസാനിപ്പിക്കാം. അമേരിക്കയിൽ രാവിലെ തന്നെ അഷ്ടമിയും രോഹിണിയും കഴിയും. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ഭാഗ്യമാണ്. ഈ 2 ദിവസങ്ങളിലെയും വ്രതം അവർക്ക് എടുക്കാനായിട്ട് പറ്റും. രാവിലെ 6:33 ശേഷം എപ്പോൾ വേണമെങ്കിലും വ്രതം അവസാനിപ്പിക്കാം. ഇനി ജോർദാനിൽ ഉച്ചയ്ക്ക് 1:08 ശേഷം വ്രതം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ രാവിലെ 6:09 ശേഷം വ്രതം അവസാനിപ്പിക്കാം. ഓസ്ട്രേലിയയിൽ രാവിലെ 6:26 ശേഷം എപ്പോൾ വേണമെങ്കിലും വ്രതം അവസാനിപ്പിക്കാം. അഷ്ടമിയും രോഹിണിയും കഴിയുന്നുണ്ട്. UK യിൽ 11:08 ശേഷം, അതായത് രാവിലെ 10:11 ഉച്ചയ്ക്ക് മുമ്പ് 11:08 ശേഷം വ്രതം അവസാനിപ്പിക്കാം. അപ്പോൾ അഷ്ടമിയും രോഹിണിയും അവിടെ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ രാവിലെ 6:06 ശേഷം വ്രതം അവസാനിപ്പിക്കാം. സിംഗപ്പൂരിൽ 6:08 വൈകുന്നേരം 6:08 ശേഷം വ്രതം അവസാനിപ്പിക്കാം. അപ്പോഴേ അവിടെ അഷ്ടമിയും രോഹിണിയും കഴിയുകയുള്ളൂ. 27-ാം തീയതി വൈകുന്നേരം 6:08. അതല്ലെങ്കിൽ രാവിലെ 7:02 ശേഷം വ്രതം അവസാനിപ്പിക്കാം. സിംഗപ്പൂരിൽ ഒന്നുകിൽ രാവിലെ 7:02 ശേഷം വ്രതം അവസാനിപ്പിക്കാം 27-ാം തീയതി, അല്ലെങ്കിൽ വൈകുന്നേരം 6:08 ശേഷം വ്രതം അവസാനിപ്പിക്കാം. സാംബിയയിൽ ഉച്ചയ്ക്ക് 12:08 ശേഷം വ്രതം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ 6:16 ശേഷം വ്രതം അവസാനിപ്പിക്കാം. ഇനി ന്യൂസിലാൻഡ് അഷ്ടമിയും രോഹിണിയും കഴിഞ്ഞോളും. രാവിലെ തന്നെ 6:52 ശേഷം വ്രതം അവസാനിപ്പിക്കാം. മാലിദ്വീപ്സിൽ ഉച്ച കഴിഞ്ഞ് 3:08 ശേഷം വ്രതം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ രാവിലെ 6:01 ശേഷം വ്രതം അവസാനിപ്പിക്കാം. വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ, അവിടെ അഷ്ടമിയും രോഹിണിയും രാവിലെ തന്നെ കഴിയുന്നത് കൊണ്ട് 6:23 ശേഷം വ്രതം അവസാനിപ്പിക്കാം. അർമേനിയ ഉച്ചയ്ക്ക് 2:08 ശേഷം വ്രതം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ രാവിലെ 6:25 ശേഷം വ്രതം അവസാനിപ്പിക്കാം. ചൈനയിൽ രാവിലെ 5:38 ശേഷം എപ്പോൾ വേണമെങ്കിലും വ്രതം അവസാനിപ്പിക്കാം. ഇസ്രായേലിൽ ഉച്ചയ്ക്ക് 1:08 ശേഷം വ്രതം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ രാവിലെ 6:12 ശേഷം വ്രതം അവസാനിപ്പിക്കാം. സൗത്ത് ആഫ്രിക്കയിൽ ഉച്ചയ്ക്ക് 12:08 ശേഷം വ്രതം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ രാവിലെ 7:11 ശേഷം വ്രതം അവസാനിപ്പിക്കാം. ജർമ്മനിയിൽ പൂജാസമയവും പാരണാസമയവും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ പറയാം. ജർമ്മനിയിൽ പൂജ ചെയ്യുന്ന സമയം അഷ്ടമി രോഹിണി ദിവസം അർദ്ധരാത്രിയിൽ 12:48 മുതൽ 1:28 വരെയുള്ള സമയത്താണ് പൂജ ചെയ്യേണ്ടത്. പാരണ ചെയ്യേണ്ടത് ഒന്നുകിൽ രാവിലെ 6:09 ശേഷം പാരണ ചെയ്യാം, അല്ലെങ്കിൽ 12:08 ശേഷം, ഉച്ചയ്ക്ക് 12:08 ശേഷം പാരണ ചെയ്യാം. മലേഷ്യയിലെയും ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൂജാസമയം അർദ്ധരാത്രി 12:51 മുതൽ 1:38 വരെയുള്ള സമയത്താണ് പൂജ ചെയ്യേണ്ടത്. ആ സമയത്താണ് അവതാര സമയം. അതുപോലെ പാരണ വീടേണ്ടത് ഒന്നുകിൽ രാവിലെ 7:09 ശേഷം പാരണ വീടാം, അല്ലെങ്കിൽ വൈകുന്നേരം 6:08 ശേഷം പാരണ വീടാം. അതായത് 2 പാരണാ സമയങ്ങൾ പറഞ്ഞത് നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. അഷ്ടമിയും രോഹിണിയും കൂടി ചേർന്ന് വരുന്ന ആ വ്രതം മുഴുവനായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും പൂർണ്ണമായും വ്രതത്തിലാണ് എങ്കിൽ ഈ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം, അതല്ല അഷ്ടമിക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വ്രതം എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാവിലത്തെ പാരണാസമയം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതനുസരിച്ചിട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പൂജാസമയം അതിൽ യാതൊരു
തടസ്സവും വിചാരിക്കരുത്. ആ സമയത്ത് ഉണർന്നിരുന്ന് പൂജ ചെയ്ത് തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കണം. നമ്മുടെ കൈകൊണ്ട് എന്തെങ്കിലും ഒരു നിവേദ്യം ഉണ്ടാക്കി ഭഗവാനെ വെച്ച് പ്രാർത്ഥിക്കണം. ഇനി അരി കൊണ്ടോ ഗോതമ്പ് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്ന നൈവേദ്യമാണെങ്കിൽ നമ്മൾ പ്രസാദം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അതെടുത്ത് ഭക്ഷിച്ചുകൂടാ. കാരണം നമ്മൾ വ്രതത്തിലാണ്. പാരണ വീടിയതിന് ശേഷം നമുക്കത് കഴിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. ഉണ്ണിയപ്പവും ലഡുവും ഒക്കെ ഉണ്ടാക്കി ഭഗവാന് വെക്കാം. പഴം വെക്കാം. പഴം വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് പഴം അപ്പം തന്നെ കഴിക്കുകയും ചെയ്യാം പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം. ഏകാദശിക്ക് നമ്മൾ എങ്ങനെയാണോ വ്രതം എടുക്കുന്നത് അതേ വ്രതനിഷ്ഠയിലായിരിക്കണം ജന്മാഷ്ടമിക്ക് വ്രതം എടുക്കേണ്ടത്. അതായത് പൂർണ്ണമായ ധാന്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പാലും പഴവും കഴിച്ചുകൊണ്ട് നമുക്ക് വ്രതം എടുക്കാം. ചൗവരി നമുക്ക് ഉപയോഗിക്കാം, നിലക്കടല നമുക്ക് ഉപയോഗിക്കാം, അതൊക്കെ നമുക്കറിയാമല്ലോ. പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഒരു തരത്തിലുള്ള ധാന്യങ്ങളും ഉപയോഗിക്കാൻ പാടില്ല. ഏകാദശി പോലെ തന്നെ വളരെ പ്രാധാന്യമാണ് ജന്മാഷ്ടമി വ്രതവും. ഭഗവാൻ ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഭഗവാന്റെ തിരുവവതാര സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ആ സമയത്ത് ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ നാരായണൻ്റെ അപാരമായ കൃപയായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ സമയം ഒരു കാരണവശാലും ഒഴിവാക്കരുത്. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ചൊല്ലുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. കഥകൾ കേൾക്കുക. ഭഗവാന്റെ കഥകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കേൾക്കുക. നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.